മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 15ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കിടക്കാം. കുർത്തി സൈസ് ചാർട്ട് ആണ് ഇന്നിപ്പോ പറയുന്നത്. എക്സ്ട്രാ സ്മോൾ മുതൽ 5XL വരെയുള്ളതാണ് ഇപ്പൊ പറയുന്നത്. FL ഫുൾ ലെങ്ത്, SH ഷോൾഡർ, AR ആം റൗണ്ട്, CHR ചെസ്റ്റ് റൗണ്ട്, WR വേസ്റ്റ് റൗണ്ട്, WL വേസ്റ്റ് ലെങ്ത്, HR ഹിപ്പ് റൗണ്ട്, HL ഹിപ്പ് ലെങ്ത്, FNL ഫ്രണ്ട് നെക്ക് ലെങ്ത്, BNL ബാക്ക് നെക്ക് ലെങ്ത്. ഇത്ര കാര്യങ്ങളാണുള്ളത്. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് FL ഉദ്ദേശിക്കുന്നത് ഫുൾ ലെങ്ത് ആണ്. ഷോൾഡർ മുതൽ നിങ്ങൾ എന്തോരാണ് ഇറക്കെടുക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വരെയുള്ളതാണ് ഫുൾ ലെങ്ത്. മുട്ട് വരെയാണെങ്കിൽ മുട്ട് വരെ, അല്ലെങ്കിൽ താഴെ വരെയാണെങ്കിൽ താഴെ. എന്തോരാണ് നിങ്ങൾ ഇറക്കെടുക്കണമെന്ന് വെച്ചാൽ അതാണ് ഫുൾ ലെങ്ത് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും കുട്ടീനെ നേരെ സ്ട്രെയിറ്റ് ആക്കി നിർത്തിയിട്ട് വേണം ചെയ്യാൻ. ഞാനിപ്പോ ഇത് കാണിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കിടത്തി കാണിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ ഫുൾ ലെങ്ത് എന്താന്ന്? ഷോൾഡർ മുതല് നിങ്ങൾ എന്തോരാണ് ഇറക്കം എടുക്കാൻ വിചാരിക്കണേന്ന് ചോദിച്ചാൽ അത്രയും വരുള്ളതാണ് ഫുൾ ലെങ്ത്. SH എന്ന് പറഞ്ഞ ഷോൾഡർ ആണ്. കുട്ടീനെ ബാക്കിലേക്ക് ഇങ്ങനെ നിവർത്തി നിർത്തിയിട്ട് ഇവിടെ രണ്ട് ഭാഗത്ത് നമുക്കൊരു എല്ലുണ്ട്. ക്ഷീണിച്ചവർക്കാണെങ്കിൽ മാത്രമേ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് തൊട്ട് നോക്കി അറിയുള്ളൂ. ഇല്ലെങ്കിൽ സ്ഥിരം നമ്മൾ അളവെടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. അവിടെ നിന്ന് മുതല് ബാക്കില് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് ഷോൾഡറിന്റെ അളവ് എടുക്കുന്നത്. എപ്പോഴും ബാക്കിൽ നിന്ന് വേണം ഷോൾഡറിന്റെ അളവ് എടുക്കാനായിട്ട്. ആം റൗണ്ട്, AR എന്ന് ഉദ്ദേശിക്കുന്നത് ആം റൗണ്ട് ആണ്. ആദ്യം കൈ ഇങ്ങനെ മുകളിലേക്ക് പൊന്തിച്ച് പിടിക്കുക. പൊന്തിച്ച് പിടിച്ചിട്ട് നമ്മൾ ടേപ്പ് ഇങ്ങനെ കടത്തുക. അത് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ താഴ്ത്തി വെക്കുക. താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫിംഗർ ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് എന്തോരം ഉണ്ടെന്ന് നോക്കുക. ഒരു ഫിംഗർ ഗ്യാപ്പ് ഇങ്ങനെ വിട്ടിട്ട് നമുക്ക് ആം റൗണ്ട് എത്രയാണ് വരണേന്ന് നോക്കാം. അതാണ് ആം റൗണ്ട്. ഷോൾഡറിനോട് ഇങ്ങനെ ചേർത്ത് വെച്ച് വേണം, ഒരു ഫിംഗർ ഗ്യാപ്പ് വിട്ട് വേണം നമുക്ക് ആം റൗണ്ട് നോക്കാൻ. അതാണ് AR. ചെസ്റ്റ് റൗണ്ട്, ചെസ്റ്റ് റൗണ്ട് ഇതേപോലെ തന്നെ ആദ്യം കൈ രണ്ടിങ്ങനെ പൊന്തിച്ച് പിടിക്കുക. പൊന്തിച്ച് പിടിച്ച് ചെസ്റ്റിനോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കൈ ജസ്റ്റ് ഒന്ന് താഴ്ത്താം. ഇങ്ങനെ വേണം ചെയ്യാൻ. ഇങ്ങനെ പിടിച്ച് നോക്കുന്നതാണ് ചെസ്റ്റ് റൗണ്ട്. അതും ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അടുത്ത് വേസ്റ്റ് റൗണ്ട് ആണ്. വേസ്റ്റ് റൗണ്ട് ഇതേപോലെ തന്നെ വേസ്റ്റിന്റെ അവിടെ ഇതേപോലെ ഒരു ഫിംഗർ ഗ്യാപ്പ് വിട്ട് വേസ്റ്റ് റൗണ്ട് നോക്കാം. വേസ്റ്റ് ലെങ്ത് ഉദ്ദേശിക്കുന്നത് ഷോൾഡർ മുതൽ നമ്മൾ വേസ്റ്റ് റൗണ്ട് എന്തോരാണ് എടുക്കണേ ഇവിടത്തോളം വരെ, ഇവിടെ ഈ ഒരു അളവിലാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് എടുക്കണേ എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ മുതല് നമ്മൾ എവിടത്തോളം വെച്ചാണ് വേസ്റ്റ് റൗണ്ട് എടുത്തതെന്ന് ചോദിച്ചാൽ അവിടത്തോളം വരെയുള്ള ലെങ്ത് ആണ് വേസ്റ്റ് ലെങ്ത്. അടുത്തത് ഹിപ്പ് റൗണ്ട്. ഹിപ്പ് റൗണ്ട് ഇതേപോലെ തന്നെ കുട്ടീനെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തിയിട്ട് എന്നിട്ട് ഇതേപോലെ ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ഹിപ്പ് റൗണ്ട് കാണാം. അതുപോലെ ഹിപ്പ് ലെങ്ത് ഇതേപോലെ തന്നെ ഷോൾഡർ മുതൽ നമ്മൾ ഹിപ്പ് റൗണ്ട് എവിടത്തോളം വരെയാണ്, എവിടെ വെച്ചാണ് ഹിപ്പ് റൗണ്ട് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടത്തോളം വരെയുള്ള അളവാണ് ഹിപ്പ് ലെങ്ത്. ഇത് ഫ്രണ്ട് നെക്ക് ലെങ്ത്, അതായത് ഷോൾഡർ മുതൽ നമ്മൾക്ക് എന്തോരം ഫ്രണ്ടിലേക്ക് നെക്കിന് ലെങ്ത് വേണം എന്നുള്ളതാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്. ബാക്ക് നെക്ക് ലെങ്ത് ഇതേപോലെ ഷോൾഡർ മുതൽ ബാക്കിലേക്ക് എന്തോരം ലെങ്ത് വേണം എന്നുള്ളതാണ് ബാക്ക് നെക്ക് ലെങ്ത്. ഇത്രയും ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. അടുത്തതാണ് ഹാഫ് സ്ലീവ് ലെങ്ത്. അതായത് ഈ ഷോൾഡറിന്റെ ഇവിടുന്ന് മുതൽ നമുക്ക് എന്തോരം ലെങ്ത് വേണം, അതായത് മുട്ടിന് മുകളിലായിട്ട് ഏകദേശം ഒരു പകുതി, നമ്മുടെ ഷോൾഡർ മുതൽ മുട്ട് വരെയുള്ളതിന്റെ ഏകദേശം ഒരു പകുതി എന്ന രീതിയിലാണ് നമ്മൾ ഹാഫ് സ്ലീവ് ലെങ്ത് എടുക്കുന്നത്. അത് മസിൽ സ്ലീവ് ലെങ്ത് ആണ് എഴുതിയേക്കണേ, MSL ഹാഫ് സ്ലീവ് ലെങ്ത്. അവിടുത്തെ വേണം നമ്മൾ സ്ലീവ് റൗണ്ട് എടുക്കാനായിട്ട്. അതാണ് നമ്മൾ അതൊരു ഫിംഗർ ഗ്യാപ്പ് വിട്ടിട്ട് തന്നെ ഹാഫ് സ്ലീവ് ലെങ്ത് എടുക്കണം. അടുത്ത എൽബോ സ്ലീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഷോൾഡർ മുതൽ നമ്മൾ മുട്ട് വരെയുള്ള അളവാണ് എൽബോ സ്ലീവ് ലെങ്ത്. അത് എൽബോ സ്ലീവ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തെ അളവാണ് എടുക്കുന്നത്. അടുത്തത് 3/4 സ്ലീവ് ലെങ്ത്. ഇതേപോലെ തന്നെ ഷോൾഡർ മുതൽ ഏകദേശം ഒരു കൈയുടെ മുക്കാല് വരെ പിടിക്കുന്നതാണ് 3/4 സ്ലീവ് ലെങ്ത്. അത് ഇതേപോലെ തന്നെ അവിടുത്തെ റൗണ്ട് എടുക്കുന്നതാണ് 3/4 സ്ലീവ് റൗണ്ട്. അത് ഒരു ഫിംഗർ ഗ്യാപ്പ് വിട്ടിട്ട് വേണം. അടുത്തത് ഫുൾ ലെങ്ത്. ഷോൾഡർ മുതൽ നമുക്ക് കൈയുടെ ഫുൾ വരെയുള്ള അളവാണ് എടുക്കുന്നത് ഫുൾ ലെങ്ത്. അതിന് ഫുൾ സ്ലീവ് റൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിംഗർ ഗ്യാപ്പ് വിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത്ര കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഞാൻ ഈ പറഞ്ഞവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എങ്ങനെ അളവ് എടുക്കാം എന്നുള്ളത് ഞാൻ ബോഡി മെഷർമെന്റ് ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 5 ഞാൻ ഫുള്ളായിട്ട് എങ്ങനെ മെഷർമെന്റ് എടുക്കാം എന്നുള്ളത്
ഞാൻ കാട്ടിയിട്ടുണ്ട്, എല്ലാവരും അതുകൂടി കയറി ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്ട്രാ സ്മോൾ ആണ് എഴുതിയേക്കുന്നത്. 32 32 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് ഉള്ളവർക്കാണ്. ഫുൾ ലെങ്ത് 44, ഷോൾഡർ 13, ആം റൗണ്ട് 14, ചെസ്റ്റ് റൗണ്ട് 32, വേസ്റ്റ് റൗണ്ട് 30, വേസ്റ്റ് ലെങ്ത് 13, ഹിപ്പ് റൗണ്ട് 34, ഹിപ്പ് ലെങ്ത് 20, ഫ്രണ്ട് നെക്ക് ലെങ്ത് 5, ബാക്ക് നെക്ക് ലെങ്ത് 3. ഇനി സ്മോൾ, അതായത് 34 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് ഉള്ളവർക്ക് ഫുൾ ലെങ്ത് 45, ഷോൾഡർ 14, ആം റൗണ്ട് 15, ചെസ്റ്റ് റൗണ്ട് 34, വേസ്റ്റ് റൗണ്ട് 32, വേസ്റ്റ് ലെങ്ത് 14, ഹിപ്പ് റൗണ്ട് 36, ഹിപ്പ് ലെങ്ത് 21, ഫ്രണ്ട് നെക്ക് ലെങ്ത് 5.5, ബാക്ക് നെക്ക് ലെങ്ത് 3. മീഡിയം സൈസ് 36 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് ഉള്ളവർക്ക് ഫുൾ ലെങ്ത് 46, ഷോൾഡർ 15, ആം റൗണ്ട് 16, ചെസ്റ്റ് റൗണ്ട് 36, വേസ്റ്റ് റൗണ്ട് 34, വേസ്റ്റ് ലെങ്ത് 15, ഹിപ്പ് റൗണ്ട് 38, ഹിപ്പ് ലെങ്ത് 21, ഫ്രണ്ട് നെക്ക് ലെങ്ത് 6, ബാക്ക് നെക്ക് ലെങ്ത് 3. ലാർജ് 38 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് ഉള്ളവർക്ക് ഫുൾ ലെങ്ത് 46, ഷോൾഡർ 16, ആം റൗണ്ട് 17, ചെസ്റ്റ് റൗണ്ട് 38, വേസ്റ്റ് റൗണ്ട് 36, വേസ്റ്റ് ലെങ്ത് 15.5, ഹിപ്പ് റൗണ്ട് 40, ഹിപ്പ് ലെങ്ത് 22, ഫ്രണ്ട് നെക്ക് ലെങ്ത് 6, ബാക്ക് നെക്ക് ലെങ്ത് 3. അടുത്തത് XL 40 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് ഉള്ളവർക്ക് ഫുൾ ലെങ്ത് 46, ഷോൾഡർ 16, ആം റൗണ്ട് 18, ചെസ്റ്റ് റൗണ്ട് 40, വേസ്റ്റ് റൗണ്ട് 38, വേസ്റ്റ് ലെങ്ത് 16, ഹിപ്പ് റൗണ്ട് 42, ഹിപ്പ് ലെങ്ത് 22, ഫ്രണ്ട് നെക്ക് ലെങ്ത് 6, ബാക്ക് നെക്ക് ലെങ്ത് 3. ഡബിൾ XL, അതായത് 42 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് ഉള്ളവർക്ക് ഫുൾ ലെങ്ത് 47, ഷോൾഡർ 17, ആം റൗണ്ട് 19, ചെസ്റ്റ് റൗണ്ട് 42, വേസ്റ്റ് റൗണ്ട് 40, വേസ്റ്റ് ലെങ്ത് 16, ഹിപ്പ് റൗണ്ട് 44, ഹിപ്പ് ലെങ്ത് 23, ഫ്രണ്ട് നെക്ക് ലെങ്ത് 6, ബാക്ക് നെക്ക് ലെങ്ത് 3. ട്രിപ്പിൾ L 44 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് ഉള്ളവർക്ക് ഫുൾ ലെങ്ത് 47, ഷോൾഡർ 17, ആം റൗണ്ട് 20, ചെസ്റ്റ് റൗണ്ട് 44, വേസ്റ്റ് റൗണ്ട് 42, വേസ്റ്റ് ലെങ്ത് 16.5, ഹിപ്പ് റൗണ്ട് 46, ഹിപ്പ് ലെങ്ത് 23, ഫ്രണ്ട് നെക്ക് ലെങ്ത് 6.5, ബാക്ക് നെക്ക് ലെങ്ത് 3. 4XL 46 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് ഉള്ളവർക്ക് ഫുൾ ലെങ്ത് 48, ഷോൾഡർ 18, ആം റൗണ്ട് 21, ചെസ്റ്റ് റൗണ്ട് 46, വേസ്റ്റ് റൗണ്ട് 44, വേസ്റ്റ് ലെങ്ത് 17, ഹിപ്പ് റൗണ്ട് 48, ഹിപ്പ് ലെങ്ത് 24, ഫ്രണ്ട് നെക്ക് ലെങ്ത് 7, ബാക്ക് നെക്ക് ലെങ്ത് 3.5 ഇഞ്ച്. 5XL 48 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് ഉള്ളവർക്ക് ഫുൾ ലെങ്ത് 48, ഷോൾഡർ 18, ആം റൗണ്ട് 22, ചെസ്റ്റ് റൗണ്ട് 48, വേസ്റ്റ് റൗണ്ട് 46, വേസ്റ്റ് ലെങ്ത് 17, ഹിപ്പ് റൗണ്ട് 50, ഹിപ്പ് ലെങ്ത് 24, ഫ്രണ്ട് നെക്ക് ലെങ്ത് 7, ബാക്ക് നെക്ക് ലെങ്ത് 3.5. ഇതിന്റെ സ്ലീവ്, ഇത് മസിൽ സ്ലീവ് ലെങ്ത്, അതായത് ഹാഫ് സ്ലീവ് എന്ന് പറയില്ല, ഹാഫ് സ്ലീവ് ആണ്. അതിന് മസിൽ സ്ലീവ് ലെങ്ത് എന്നാണ് എഴുതിയേക്കണേ. ഹാഫ് സ്ലീവ് ലെങ്ത്, ഹാഫ് സ്ലീവ് റൗണ്ട്, എൽബോ സ്ലീവ് ലെങ്ത്, എൽബോ സ്ലീവ് റൗണ്ട്, 3/4 സ്ലീവ് ലെങ്ത്, 3/4 സ്ലീവ് റൗണ്ട്, ഫുൾ സ്ലീവ് ലെങ്ത്, ഫുൾ സ്ലീവ് റൗണ്ട്. ഇനി നമുക്കിത് അളവിലേക്ക് കടക്കാം. എക്സ്ട്രാ സ്മോള് ഹാഫ് സ്ലീവ് ലെങ്ത് 6, ഹാഫ് സ്ലീവ് റൗണ്ട് 12, എൽബോ സ്ലീവ് 10, എൽബോ സ്ലീവ് റൗണ്ട് 10, 3/4 സ്ലീവ് ലെങ്ത് 13, 3/4 സ്ലീവ് റൗണ്ട് 9, ഫുൾ സ്ലീവ് 19, ഫുൾ സ്ലീവ് റൗണ്ട് 8. ഇത് സ്മോള് ഹാഫ് സ്ലീവ് 7, ഹാഫ് സ്ലീവ് റൗണ്ട് 13, എൽബോ സ്ലീവ് ലെങ്ത് 10.5, എൽബോ സ്ലീവ് റൗണ്ട് 10, 3/4 സ്ലീവ് 13.5, 3/4 സ്ലീവ് റൗണ്ട് 9.5, ഫുൾ സ്ലീവ് ലെങ്ത് 19.5, ഫുൾ സ്ലീവ് റൗണ്ട് 8. അടുത്ത് മീഡിയം സൈസ് ആണ്. ഹാഫ് സ്ലീവ് ലെങ്ത് 7, ഹാഫ് സ്ലീവ് റൗണ്ട് 14, എൽബോ സ്ലീവ് ലെങ്ത് 11, എൽബോ സ്ലീവ് റൗണ്ട് 12, 3/4 സ്ലീവ് ലെങ്ത് 15, 3/4 സ്ലീവ് റൗണ്ട് 10, ഫുൾ സ്ലീവ് ലെങ്ത് 21, ഫുൾ സ്ലീവ് റൗണ്ട് 8. അടുത്ത ലാർജ് സൈസ് ആണ്. ഹാഫ് സ്ലീവ് ലെങ്ത് 7, ഹാഫ് സ്ലീവ് റൗണ്ട് 15, എൽബോ സ്ലീവ് ലെങ്ത് 11, എൽബോ സ്ലീവ് റൗണ്ട് 12, 3/4 സ്ലീവ് ലെങ്ത് 15, 3/4 സ്ലീവ് റൗണ്ട് 11, ഫുൾ സ്ലീവ് ലെങ്ത് 21, ഫുൾ സ്ലീവ് റൗണ്ട് 8. അടുത്ത XL ആണ്. ഹാഫ് സ്ലീവ് ലെങ്ത് 7, ഹാഫ് സ്ലീവ് റൗണ്ട് 15,
എൽബോ സ്ലീവ് ലെങ്ത് 11.5, എൽബോ സ്ലീവ് റൗണ്ട് 13, 3/4 സ്ലീവ് ലെങ്ത് 15, 3/4 സ്ലീവ് റൗണ്ട് 12, ഫുൾ സ്ലീവ് ലെങ്ത് 22, ഫുൾ സ്ലീവ് റൗണ്ട് 9. ഡബിൾ XL, ഹാഫ് സ്ലീവ് ലെങ്ത് 7, ഹാഫ് സ്ലീവ് റൗണ്ട് 16, എൽബോ സ്ലീവ് ലെങ്ത് 12, എൽബോ സ്ലീവ് റൗണ്ട് 14, 3/4 സ്ലീവ് 16, 3/4 സ്ലീവ് റൗണ്ട് 13, ഫുൾ സ്ലീവ് ലെങ്ത് 22, ഫുൾ സ്ലീവ് റൗണ്ട് 10. ട്രിപ്പിൾ XL ആണ്. ഹാഫ് സ്ലീവ് ലെങ്ത് 7, ഹാഫ് സ്ലീവ് റൗണ്ട് 18, എൽബോ സ്ലീവ് ലെങ്ത് 12, എൽബോ സ്ലീവ് റൗണ്ട് 16, 3/4 സ്ലീവ് ലെങ്ത് 16, 3/4 സ്ലീവ് റൗണ്ട് 15, ഫുൾ സ്ലീവ് ലെങ്ത് 23, ഫുൾ സ്ലീവ് റൗണ്ട് 11. അടുത്ത് 4XL സൈസ് ആണ്. ഹാഫ് സ്ലീവ് ലെങ്ത് 7, ഹാഫ് സ്ലീവ് റൗണ്ട് 18, എൽബോ സ്ലീവ് ലെങ്ത് 12, എൽബോ സ്ലീവ് റൗണ്ട് 16, 3/4 സ്ലീവ് ലെങ്ത് 17, 3/4 സ്ലീവ് റൗണ്ട് 15, ഫുൾ സ്ലീവ് ലെങ്ത് 23, ഫുൾ സ്ലീവ് റൗണ്ട് 12. അടുത്ത് 5XL ആണ്. ഹാഫ് സ്ലീവ് ലെങ്ത് 7, ഹാഫ് സ്ലീവ് റൗണ്ട് 19, എൽബോ സ്ലീവ് ലെങ്ത് 12, എൽബോ സ്ലീവ് റൗണ്ട് 18, 3/4 സ്ലീവ് ലെങ്ത് 17, 3/4 സ്ലീവ് റൗണ്ട് 16, ഫുൾ സ്ലീവ് ലെങ്ത് 24, ഫുൾ സ്ലീവ് റൗണ്ട് 14. ഇത്ര കാര്യങ്ങളാണുള്ളത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.